നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ്. നമ്മുടെ ക്ഷേത്രായനം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. പള്ളിക്കൽ മൂതലയിലെ 6-ാം വാർഡിലാണ് നിൽക്കുന്നത്. വളരെ പുരാതനമായ ഒരു ശാസ്താക്ഷേത്രമാണ് ഈ മൂതലയിലെ ശ്രീധർമ്മ ശാസ്താക്ഷേത്രം. ഒത്തിരി പുണ്യപുരാതനമായ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ക്ഷേത്രമാണ്. നീരാഞ്ജന പൂജയും ശനിയാഴ്ചയുള്ള പൂജയാണ് പ്രധാന പൂജ. അതുപോലെ ആഴി, അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇവിടെ ഒരു മണിക്കിണറുണ്ട്. ഈ മണിക്കിണറിൽ നിന്നും ഒരു വിഗ്രഹം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചതെന്നൊക്കെയാണ് ഐതിഹ്യം പറയുന്നത്. ഒരിക്കലും പറ്റാത്ത ഒരു കിണറായിട്ട് തന്നെ അതിവിടെ സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ക്ഷേത്രായനം പരിപാടിയിൽ ഈ മൂതല ശ്രീധർമ്മ ശാസ്ത ക്ഷേത്രത്തിന്റെ കാഴ്ചകളും അവിടുത്തെ അഭിപ്രായങ്ങളും ഒക്കെ ഒന്ന് കേട്ടു നോക്കാം. തിരുവനന്തപുരം ജില്ലയിൽ വർക്കല താലൂക്കിലെ പള്ളിക്കൽ ജംഗ്ഷനിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാറി മൂതലപ്പാറയിൽ എന്ന സ്ഥലത്താണ് പുരാതനമായ പാറയിൽ ശ്രീധർമ്മശാസ്ത ദേവസ്വം ട്രസ്റ്റ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിലെ ശനിദോഷ നിവാരണത്തിനുള്ള നീരാഞ്ജനം വളരെ പ്രശസ്തമാണ്. ശനിയാഴ്ചകളിൽ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തർ നീരാഞ്ജന വഴിപാട് നടത്താൻ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. കേരളത്തിൽ തന്നെ മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ച് ആഴിപൂജ നടക്കുന്ന അപൂർവം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മൂതലപ്പാറയിൽ ശ്രീധർമ്മശാസ്ത ക്ഷേത്രം. വൃശ്ചിക മാസത്തിലെ 12 വിളക്കിനാണ് ആഴിപൂജ എല്ലാ വർഷവും നടത്താറുള്ളത്. ശാസ്താവ് പ്രധാന പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ഗണപതി, ദുർഗ, നാഗര്, ബ്രഹ്മരക്ഷസ് എന്നീ ഉപദേവതമാരുടെ പ്രതിഷ്ഠകളും ഉണ്ട്. ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രധാന പ്രത്യേകത ഈശാനകോണിൽ സ്ഥിതി ചെയ്യുന്ന പാറയിലെ സ്വയംഭൂവായ ഒരു കിണറാണ്. കൊടും വേനലിൽ പോലും പറ്റാത്ത അത്ഭുതകരമായ ഈ കുളത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കം ഉള്ളതായി കരുതപ്പെടുന്നു. എൻ്റെ പേര് സുകുമാരപിള്ള. ഞാൻ ഈ അമ്പലത്തിന്റെ ആദ്യത്തെ സെക്രട്ടറിയാണ്. 1983 ഈ അമ്പലം ഔദ്യോഗികമായിട്ട് നിലവിൽ വരുന്നത്. നിലവിൽ ഇതിന്റെ കമ്മിറ്റി മെമ്പറാണ്. 1983 ഈ അമ്പലം വരുന്നത്. അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അമ്പലം വരികയും നാട്ടുകാരുടെ സഹകരണം കൊണ്ട് വളരെ ലഘുവായ നിലയിൽ പോവുകയും 2005 നിലവിലൊരു പുതിയ കമ്മിറ്റി വരികയും ആ കമ്മിറ്റി അമ്പലം പുനരുദ്ധരിക്കണം എന്ന് തീരുമാനിക്കുകയും അതിന്റെ ഫലമായിട്ട് 2005 ഒരു പുനരുദ്ധാരണ കമ്മിറ്റി ഉണ്ടാവുകയും അതിന്റെ ഫലമായിട്ട് അമ്പലം ഇന്ന് കാണുന്ന ഈ നിലയിൽ പുനരുദ്ധാരണം നടത്താൻ കഴിഞ്ഞു. അതിനുശേഷം ഇപ്പം ഏകദേശം പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാള് മകരമാസത്തിലെ ഉത്രമാണ്. ഇപ്രാവശ്യം വളരെ ഗംഭീരമായ രീതിയിലാണ് ഉത്സവം വിഭാവന ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി 3, 4, 5 തീയതികളിലാണ്. അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിൽ ഉള്ള ഏക ശാസ്താക്ഷേത്രമാണ് ഇവിടെ. നീരാഞ്ജനത്തിനായിട്ട് വളരെ ദൂരെ ദിക്കുകളിൽ നിന്നെല്ലാം ആളുകൾ വരുന്നുണ്ട്. ശനിയാഴ്ചകളിലൂടെ നീരാഞ്ജനം വളരെ പ്രസിദ്ധമാണ്. എല്ലാ വർഷവും വൃശ്ചിക മാസം 12-ാം തീയതി ആഴിപൂജ നടത്തുകയാണ്. ഈ വർഷത്തെ ആഴിപൂജയും വളരെ സമുചിതമായിട്ട് ഞങ്ങൾ ആചരിക്കുകയുണ്ടായി. ഈ വർഷം ഉത്സവവും കലശവും ഒന്നിച്ചു വന്നു എന്നൊരു അപൂർവ ഭാഗ്യം കൂടിയുണ്ട്. ക്ഷേത്രത്തിലെ തിരുനാൾ മഹോത്സവം മകരമാസത്തിലെ ഉത്രം നാളിലാണ് നടത്തപ്പെടുന്നത്. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഉത്സവനാളിൽ ഇഷ്ടദേവനെ തൊഴാനായി ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുള്ളത്. ഇവിടെ എല്ലാ മലയാള മാസം 1-ാം തീയതിയും ഭദ്രാദേവി പ്രീതിക്കായി പൊങ്കാല അർപ്പിക്കാൻ നിരവധി പേർ എത്തുന്നു. ക്ഷേത്രത്തിന്റെ തുടർന്നുള്ള പുരോഗമന പ്രവർത്തനങ്ങൾക്കായി ഭക്തജനങ്ങളുടെ സഹായവും ക്ഷേത്രത്തിന് ആവശ്യമാണ്. എൻ്റെ പേര് രാജേന്ദ്രൻ പിള്ള. ഞാൻ പാറയിൽ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റാണ്. തിരുവനന്തപുരം ജില്ലയിൽ പള്ളിക്കൽ എന്ന സ്ഥലത്ത് 6-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്. ഒരു 100 വർഷത്തിനകത്ത് പ്രായം വരും. 2009 ട്രസ്റ്റ് രൂപീകരിച്ചു. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലൊരു കുളമുണ്ട്. കുളം മണ്ണ് നിറഞ്ഞ് കിടന്നതാണ്. ഞങ്ങൾ ഇങ്ങനെ വന്ന് ഇവിടെ ഇരിക്കുന്ന സമയത്ത് തോണ്ടി തെളിച്ച് നോക്കിയപ്പോൾ അതിനകത്തുള്ളൊരു വിഗ്രഹമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അയ്യപ്പനാണ്. ആ കിണർ ഇപ്പോഴും ഉണ്ട്. മണിക്കിണറെന്നാണ് അതിൻ്റെ പേര്. വെള്ളം പറ്റത്തില്ല. പണ്ട് ഈ കിണറ്റിൽ നിന്നായിരുന്നു പൂജയ്ക്ക് വെള്ളം എടുത്തുകൊണ്ടിരുന്നത്. ശരണം. എനിക്കെപ്പോഴും അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവാറുണ്ട്. സൗകര്യമുള്ള എല്ലാ ദിവസവും, ഭൂരിഭാഗം ദിവസവും എന്ന് തന്നെ പറയാം, ഞാൻ അയ്യപ്പനെ വന്ന് തൊഴുവാറുണ്ട്. മാസം തോറും നീരാഞ്ജനം കഴിക്കാറുണ്ട്. എല്ലാ 1-ാം തീയതിയും ഗണപതി ഹോമം ഉണ്ട്. അത് മുടങ്ങാതെ നടക്കും.
പിന്നെ എല്ലാ ആയില്യത്തിനും ആയില്യ പൂജ ചെയ്യാറുണ്ട്. എനിക്ക് നല്ല സന്തോഷവും സമാധാനവും അയ്യപ്പനിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ പേര് സുഗുണൻ. ഈ അമ്പലത്തിൽ നമ്മൾ 10-20 വർഷം കൊണ്ടുള്ള സഹകരണമുണ്ട്. കമ്മിറ്റി മെമ്പറാണ്. അമ്പലത്തിൽ ഒരുപാട് വികസനങ്ങളും കാര്യങ്ങളൊക്കെ ഇനി ഉണ്ട്. സ്റ്റേജിൻ്റെ ഇതുണ്ട്. ജനങ്ങളെല്ലാവരും കൂടെ സഹകരിച്ചു കഴിഞ്ഞാൽ അത് നടക്കും. നമുക്ക് സ്റ്റേജാണ് മെയിൻ ഒരിത്. സ്റ്റേജിൻ്റെയും പിന്നെ കുറച്ച് സ്ഥലം മേടിച്ച് അത് ഏരിയയും കൂടെ ഒന്ന് കൂട്ടണം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നല്ല ഇതായിട്ടാണ് അമ്പലം നടന്നു പോകുന്നത്. എൻ്റെ പേര് ഉണ്ണികൃഷ്ണപിള്ളയാണ്. ഈ അമ്പലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്. സ്റ്റേജ് നിർമ്മാണമുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പാണ് എല്ലാവരും നോക്കുന്നത്. നല്ല സഹകരണത്തിൽ അമ്പലം നല്ല രീതിയിൽ പോവുകയാണ്. അതിനുള്ള ചെറുപ്പക്കാരോട് ഉണ്ട്. അതിൻ്റെ നടത്തിപ്പിന് വേണ്ടിയാണ് എല്ലാം ശ്രമിക്കുന്നത്. എൻ്റെ പേര് വിജയൻ. ഈ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയാണ്. ക്ഷേത്രത്തിൽ നല്ല പുരോഗമനങ്ങളൊക്കെ ഉണ്ട്. നല്ല തിരക്കാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനമാണ് പ്രധാന വഴിപാട്. ഒരുപാട് ആൾക്കാർ വരാറുണ്ട്.